ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണിക്കുന്നത് തിരുവനന്തപുരത്തെ തട്ടുദോശയാണ്. അത് ഫേമസ് ആണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ 3-4 തട്ടുദോശ, അതിലോട്ട് മുളക് ചട്നി, തേങ്ങാ ചട്നി, പിന്നെ രസവട, ഓംലറ്റും പപ്പടവും ഉണ്ടാവും. അപ്പോൾ അത് എങ്ങനെ വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും വീട്ടിലുണ്ടാക്കാം എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം ഒരു സൺഡേ നിങ്ങൾക്ക് സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഈസി ആയിട്ടത് തയ്യാറാക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ആദ്യം പരിപ്പ് വടയ്ക്ക് വേണ്ടിയിട്ട് ഞാനിത് കടലപ്പരിപ്പ് കുതിരായിട്ടിരിക്കുകയാണ്. അപ്പോൾ പരിപ്പ് വട എങ്ങനെ തയ്യാറാക്കണമെന്ന് ഈ ചാനലിലുണ്ട്. അതുപോലെ രസം ഉണ്ടാക്കിയാണ് അതിൻ്റെ വീഡിയോയും ഈ ചാനലിൽ തന്നെ ഉണ്ട്. പരിപ്പ് വട ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ തന്നെ രസത്തിലോട്ട് ഇടാം. രസത്തിൽ പരിപ്പുവട ഇട്ട് കുറച്ച് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് സോക്കാവും. അപ്പം നിങ്ങൾക്കത് തലേ ദിവസം ഇപ്പം ഞായറാഴ്ച തട്ടുദോശ ഉണ്ടാക്കാൻ പ്ലാനെങ്കിൽ ശനിയാഴ്ച വൈകിട്ട് നിങ്ങൾക്ക് പരിപ്പുവട ഉണ്ടാക്കിയിട്ട് രസത്തിലിട്ട് വയ്ക്കാം, ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇനി അടുത്തത് ഓംലെറ്റ്. ചെറിയ ഉള്ളിയും പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് മുട്ടയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കുരുമുളക് പൊടി ഇടാം. ഓംലെറ്റ് തയ്യാറാക്കുകയാണ്. ഇനി അടുത്തത് തട്ടുദോശ. നന്നായിട്ട് പരത്തേണ്ട ആവശ്യമില്ല, ഇതിനേക്കാളും ചെറിയ ദോശ മതി. അപ്പോൾ അതും ചുട്ട് മാറ്റി വയ്ക്കാം. ഒരു സെറ്റിൽ 3-4 ദോശയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ബാക്കിയെല്ലാം തയ്യാറായിട്ടുണ്ട്. പപ്പടവും, തേങ്ങാ ചട്നി, മുളക് ചട്നി, ഓംലെറ്റ്. മുളക് ചട്നി വേറെ ഒന്നുമല്ല, വളരെ ഈസി ആയിട്ടാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. സവാളയും മുളക് പൊടിയും കുറച്ചുപ്പും കുറച്ച് പഞ്ചസാരയും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് ശകല വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇത്രയേ ഉള്ളൂ. ഇനി അത് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, താളിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇത്രയേ ഉള്ളൂ. നമുക്ക് ദോശ സെറ്റ് ചെയ്യാം. ഇപ്പോൾ 3 ദോശ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്തോട്ട് രസവട ഒഴിക്കുകയാണ്. രസവട ഒഴിച്ച ശേഷം തേങ്ങാ ചട്നി പിന്നെ മുളക് ചട്നിയും കൂടെ ഒഴിക്കാം. പിന്നെ പപ്പടവും ഒരു ഓംലെറ്റും. അപ്പോൾ ഇതാണ് തിരുവനന്തപുരത്തെ തട്ടുദോശ. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. നല്ല ടേസ്റ്റും വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. ഇത് സാധാരണ കടയിൽ നമ്മൾ വാങ്ങിക്കുമ്പോഴത്തേക്കും ചില സ്ഥലത്ത് 40, 50, 60 ഈ റേഞ്ചിലേ ഉണ്ടാകത്തുള്ളൂ. 3-4 ദോശ ഉണ്ടാവും. നല്ല ചൂടുള്ള ദോശയിൽ ഈ മുളക് ചട്നിയും തേങ്ങാ ചട്നിയും രസവും രസവടയും എല്ലാം കൂടെ ചേർന്ന് നല്ല കുതിർന്നിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും കൂടെ ഒന്ന് ചെയ്തേക്കണേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ.